ബിഗ് ബോസ് മലയാളം സീസൺ 6 കാര്യം എന്തൊക്കെ പറഞ്ഞാലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് രതീഷ്. സോ രതീഷ് ഇന്ന് രാവിലെ തന്നെ സത്യത്തിൽ ഇന്നലെ എല്ലാവരുടെയും പുറകെ നടന്ന് മൂപ്പര് ചൊറിഞ്ഞു. ഇന്ന് രാവിലെ തൊട്ട് എല്ലാവരും പുള്ളിയുടെ പുറകെ നടന്ന് ചൊറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് സാധാരണ ഈ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പെന്നൊക്കെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഇതുവരെയും ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ആക്ച്വലി ആൾ ആക്റ്റീവ് ഒക്കെയാണ്, പക്ഷേ അങ്ങനെ ചുമ്മാ പോയി ആരുടെ വഴക്കൊന്നും ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല. വളരെ കാമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. സോ ശ്രീതു വരെ ഇന്ന് രാവിലെ രതീഷിനെ എന്ന് പറഞ്ഞാൽ തേച്ചൊട്ടിച്ച് വിട്ടു എന്ന് പറയുന്നതായിരിക്കും സത്യം. പക്ഷെ ഞാൻ രതീഷിനെ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം ആക്ച്വലി അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഞാൻ ഓഡിയൻസിൻ്റെ അടുത്ത് പറയുവാണ്, ആക്ച്വലി ഒന്നും ചെയ്യാതെ പലരും ഉണ്ടാവും. സോ ഒന്നും ചെയ്യാതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മണ്ടത്തരമായാലും പൊട്ടത്തരമായാലും അല്ലെങ്കിൽ സെൽഫ് ഗോളായാലും എന്തോ ആയിക്കോട്ടെ, പുള്ളി എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. എന്തായാലും പുള്ളി അതുകൊണ്ട് തന്നെ ഇന്നെന്ത് പറ്റിയെന്ന് വെച്ചാൽ ആളുടെ ശബ്ദമൊക്കെ ഇപ്പോൾ ഇന്നലെ കിടന്ന് അലറി കൂവി വിളിച്ചൊരു ആവേശം കൊണ്ടേ ശബ്ദമൊക്കെ അതുകൊണ്ട് ഇന്നങ്ങ് പോയി. അപ്പോൾ പുള്ളി ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുക്കാൻ നോക്കിയത് ചീറ്റിപ്പോയി. ഇടയിൽ പുള്ളി കരഞ്ഞല്ലോ. അപ്പോൾ കരഞ്ഞപ്പോഴാണ് പലരും അയ്യോ ഈ മനുഷ്യൻ ഇത്രയേ ഉള്ളോ, ഇങ്ങരുത് എന്തുവാണ് കൊച്ചു കുട്ടികളെ പോലെ പോയിരുന്ന് കരയുന്നതെന്നുള്ള ഒരു ചിന്ത അവിടെയുള്ള ലേഡി കണ്ടസ്റ്റൻസിന് വന്നു. അങ്ങനെ ശ്രീതു തന്നെ പുള്ളിയുടെ അടുത്ത് പോയി ലൈവിൽ ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ ഞാൻ പറഞ്ഞതിൽ വിഷമമൊന്നും ആയില്ലല്ലോ അല്ലേ, കാരണം ഞാൻ രാവിലെ കുറച്ച് പറഞ്ഞു ഹേർട്ടൊന്നും ആയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ ചൊറിയാൻ വന്നിട്ടല്ലേ മോളെ, പുള്ളിയിൽ കരയാണ് എന്നാലും ഞാൻ ചൊറിയാൻ വന്നിട്ടാണല്ലോ, സാരമില്ല എന്ന് നമ്മുടെ രതീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ രതീഷിൻ്റെ ഒരു ഗെയിം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഭാവ വ്യത്യാസങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. വയലൻ്റ് ആവുന്നുണ്ട്, കോമഡി പറയുന്നുണ്ട്, കരയുന്നുണ്ട്. സോ എല്ലാ കൈൻഡ് ഓഡിയൻസിനും ഇനി ഇഷ്ടക്കേടിനിടയിലും ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് രതീഷിൻ്റെ ഗെയിം പോകുന്നത്. സോ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഗുണവും ചെയ്യാം, ചിലപ്പോൾ ഈ മാലപ്പടക്കം പോലെയാണ് ഭയങ്കര വേഗത്തിൽ പെട്ടെന്ന് തീർന്നു പോകുന്നതും ആകാം. എന്തായാലും നമുക്ക് നോക്കാം. ശ്രീതു വരെ ഇന്ന് അളിയനെ തേച്ചൊട്ടിച്ച് വിട്ടു എന്നുള്ളതാണ് സത്യം, അത് പറയാതിരിക്കാൻ പറ്റില്ല.